CPIM-നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ അധികം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഗോവിന്ദ മാഷി കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. തോറ്റവന് നിന്ന് പഠിക്കാൻ തയ്യാറാകണ്ടേ? ഒന്ന് തോറ്റാൽ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? എന്നാലും ധിക്കാരം പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കുമല്ലോ എന്താണ്. CPIM നേതൃത്വത്തെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് മുൻ MLA കൂടിയായ PK ശശി നടത്തിയ പ്രസംഗം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടിട്ടും പാർട്ടിയുടെ ധാർഷ്ട്യം കുറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പരസ്യമായി കുറ്റപ്പെടുത്തുകയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ വെറും PT മാഷ് എന്ന് അഭിസംബോധന ചെയ്ത PK ശശി പാഠം പഠിക്കാത്ത നേതൃത്വത്തിന്റെ അഹങ്കാരത്തെ രൂക്ഷമായി പരിഹസിക്കുകയാണ്. ഞാൻ MV ഗോവിന്ദൻ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ, വെറും PT മാഷാണ്, വെറും ഗോവിന്ദനാണ് എന്ന് തന്നെയാണ് PK ശശി തുറന്നടിക്കുന്നത്. പാർട്ടി വിട്ട് പുതിയ ചേരിയുമായി സഹകരിക്കുന്നവർക്കെതിരെ CPIM ക്രിമിനൽ ആക്രമണങ്ങളും പ്രതികാര രാഷ്ട്രീയവും ഇപ്പോൾ അഴിച്ചുവിടുന്നുണ്ട് എന്നിവിടെ പറയുകയും ചെയ്തു. വാണിയംകുളത്തെ ലക്കിടിയിലും സ്വന്തം അണികളായിരുന്നവരെ ഇരുമ്പ് വടി കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയതും വധശ്രമ കേസിലെ പ്രതികൾക്ക് DYFI സ്ഥാനക്കയറ്റം നൽകിയതും ഇതിനൊക്കെ തെളിവാണ്. ശാരീരിക ആക്രമണങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ വിയോജിപ്പുള്ള സാധാരണക്കാരുടെ തൊഴിൽ ഇല്ലാതാക്കുന്ന നയം കൂടി പാർട്ടി സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എലപ്പള്ളിയിലെ ഗൗതമി കോവിഡ് കാലത്ത് സേവനം ചെയ്ത സെലീന എന്നിവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതും സഹകരണ ബാങ്ക് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതും പാർട്ടിയുടെ ഫാസിസ്റ്റ് ശൈലിയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ ഭീഷണികൾക്ക് മുമ്പിൽ തങ്ങൾ തളരില്ല എന്നും കൂടെ നിൽക്കുന്നവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ തങ്ങൾക്ക് കെൽപ്പുണ്ട് എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് MV ഗോവിന്ദനും CPM-നും ശക്തമായ മുന്നറിയിപ്പ് PK ശശി നൽകുന്നത്. നിങ്ങൾ മാത്രമല്ല CPM എന്ന് ഒന്നുകൂടെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദനും പിണറായിക്കുമൊക്കെയുള്ള അടി PK ശശിയും G സുധാകരനും അടക്കം TK ഗോവിന്ദൻ അടക്കം നൽകുന്നത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ അധികം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഗോവിന്ദ മാഷി കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. തോറ്റവന് നിന്ന് പഠിക്കാൻ തയ്യാറാകണ്ടേ? ഒന്ന് തോറ്റാൽ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? എന്നാലും ധിക്കാരം പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കുമല്ലോ എന്താണ്. കൊമ്പും തുമ്പിയായിട്ടല്ലേ നടന്നിരുന്നത് CPM-ന്റെ ഗോവിന്ദൻ മുതൽ. ഞാൻ ഈ ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്, അല്ല അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്, ഞാനെന്തോ ഒരു ധിക്കാരം പറയുന്നു തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കാരണം കൊണ്ടല്ല, അത് അയാളുടെ പേരാണ്, അയാൾ മാഷല്ല, അത് PT മാഷാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്റെ ധിക്കാരമാണെന്ന് ധരിക്കരുത്. കാക്ക കറുത്തിട്ടാണ് എന്ന് പറയുന്നത് കാക്കയോടുള്ള വിരോധം കൊണ്ടല്ല, കാക്കയുടെ നിറം കറുപ്പായത് കൊണ്ടാണ്. ഗോവിന്ദൻ MV ഗോവിന്ദൻ എന്നേ ഞാൻ പറയുള്ളൂ, അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഗോവിന്ദൻ മുതൽ ബ്രാഞ്ച് വരെ, ബ്രാഞ്ചുകാരൻ വരെ എന്തായിരുന്നു ധാർഷ്ട്യം. വരാൻ പോകുന്ന മൂന്നാമത്തെ ടേമിലും അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഒക്കെ കാണിച്ചു തരാന്നല്ലേ പറഞ്ഞിരുന്നത് ഈ സഖാക്കളോട്, നമ്മുടെ സഖാക്കളോട്. എന്തെല്ലാം ഭീഷണികളാണ് ആ സമയത്ത് വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. CPM ഉൾപ്പെടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ, ഇവിടെ ഇരിക്കുന്ന സഖാക്കളിൽ പലരും അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്ര ആളുകളെയാ കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യം ഇവിടെ അനുഭവങ്ങളുണ്ട്. ഒറ്റപ്പാലത്ത് നിന്ന് വന്ന സഖാക്കൾ ഉണ്ടാവില്ല ഇവിടെ. വാണിയംകുളത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മുടെ പുതിയ പ്രസ്ഥാനത്തിന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് വാണിയംകുളം പഞ്ചായത്തിലെ, ഒറ്റപ്പാലം താലൂക്കിലെ വാണിയംകുളം പഞ്ചായത്തിലെ ദിനേശ് എന്ന് പറയുന്ന DYFI-യുടെ സജീവ പ്രവർത്തകനും നേതാവുമായിരുന്ന ചെറുപ്പക്കാരനെ അതിഭീകരമായി ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് ബോധരഹിതനായി 2.5 മാസമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICU-വിൽ കിടന്നത്. ദിനേശിനെ പോലീസ് കേസെടുത്തില്ല, പ്രതിയില്ല. അവസാനം വല്ലാതെ സമ്മർദ്ദം വന്നപ്പോഴാണ് ചില പ്രതികളെ പിടിച്ചത്. അതിൽ ഒന്നാം പ്രതിയായ വിദ്വാൻ ഇപ്പോൾ DYFI-യുടെ ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോ അയാൾക്ക് ബഹുമതി കൊടുത്തു, സ്ഥാനക്കയറ്റം കൊടുത്തു. DYFI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് പ്രൊമോഷൻ കൊടുത്തു. നല്ല പാർട്ടിയാണ്, നല്ല പാർട്ടി, 10.5 മാറ്റിന്റെ തിളക്കമുള്ള നല്ലൊരു പാർട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരക്കേസിലെ വധശ്രമ കേസിലെ പ്രതിയായ വിദ്വാന് DYFI-യുടെ ജില്ലാ ഭാരവാഹിയായി സ്ഥാനക്കയറ്റം. കഴിഞ്ഞില്ല. ഇവിടെ നമ്മുടെ ഒറ്റപ്പാലത്ത് തന്നെയുള്ള ലക്കിടിയിലെ സുരേന്ദ്രൻ വന്നിട്ടില്ലേ? സുരേന്ദ്രനില്ലേ? സുരേന്ദ്രൻ കഴിഞ്ഞ നിരവധി കൊല്ലക്കാലമായി, കഴിഞ്ഞ 1/4 നൂറ്റാണ്ടുകാലമായി ലക്കിടി പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമാണ്
സഖാവ് സുരേന്ദ്രൻ ലോക്കൽ കമ്മിറ്റിയുടെ നേതാവാണ്. പക്ഷേ CPIM-ന്റെ നിലപാടുമായി വിയോജിപ്പ് വന്നപ്പോ DMF-മായി സഹകരിക്കാൻ തയ്യാറായി. സഖാവ് സുരേന്ദ്രനെ രാത്രി യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് CPIM-കാരായ ആളുകൾ DYFI-ക്കാരും CPM-കാരും ചേർന്ന് ഇരുമ്പ് വടി കൊണ്ട് 2 കൈകളും അടിച്ചു പൊട്ടിച്ചു. 1 മാസത്തിലധികം ചികിത്സ വേണ്ടി വന്നില്ലേ? എത്ര ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു? എത്ര ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു? എലപ്പുള്ളിയിലെ മിൽമയിൽ ജോലി ചെയ്തിരുന്ന ബെനിൽ, അതുപോലെ തന്നെ ബഡ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ഗൗതമി, ഇവരുടെ എല്ലാം ജോലി കളഞ്ഞു. എന്തിന്റെ പേരില്ല? ഗൗതമിയുടെ ജോലി കളഞ്ഞു. ഗൗതമി തെറ്റ് ചെയ്തിട്ടല്ല. ഗൗതമിയുടെ ഭർത്താവ് DMF-ന്റെ പ്രവർത്തകനായി, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി എന്നതിന്റെ പേരിൽ ഗൗതമി ഒന്നിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവര് പിരിച്ചു വിട്ടത് കൊണ്ടൊരു ഗുണമുണ്ടായി. ഗൗതമി കൺവെൻഷനിൽ വന്നിട്ട് നമ്മുടെ കൂടെ ഇല്ലേ? നമ്മുടെ പ്രവർത്തകയെ, നമുക്കൊരു നല്ല പ്രവർത്തകയെ കിട്ടി. അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയാം, ഈ കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് കോവിഡ് ബാധിച്ച രോഗികളുടെ വീടുകളിൽ പോയി അവരെ സാന്ത്വനിപ്പിക്കാനും അവരെ ചികിത്സിക്കാനും മുൻകൈയെടുത്ത സെലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടോ? സെലീന എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ DMF-മായി സഹകരിച്ചു എന്നതിന്റെ പേരിലാണ് ജോലിയിൽ നിന്ന് നിഷ്കരണം തിരിച്ചുവിട്ടു. ഇതൊക്കെ CPM-ന്റെ തീരുമാനപ്രകാരം ചെയ്തതാ. മണ്ണാർക്കാട് റൂറൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുത്തു പോലീസിനെ കൊണ്ട്. അത് ചെയ്യാൻ ധൈര്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നെ അധിക ദിവസം അവിടെ ഇരുന്നില്ല കേട്ടോ. അതിന്റെ കാര്യം ഞാനിപ്പോ പച്ചക്ക് പറയുന്നില്ല, പറയുന്നത് ഒരു തെറ്റായ കാര്യം. ഞാൻ അങ്ങനെ ഇടക്ക് പ്രസംഗിക്കുമ്പോ അങ്ങ് പറഞ്ഞു പോകും. അധിക ദിവസം അവിടെ ഇരുന്നില്ല. അത് വേറൊരു ചരിത്രം. അതിലേക്ക് ഞാനിപ്പോ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങളുടെയൊക്കെ ആളുകളെ, കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ പരിപൂർണമായും സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാനുമുള്ള നല്ല കെൽപ്പുള്ളവരാണ് ഞങ്ങൾ. ആ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്, അവർക്കുണ്ട്.